ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു 10 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും CPM-നെയും മുഖ്യമന്ത്രിയെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ED ഒന്നും ചെയ്യില്ല. ED ബാക്കിയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ച് ഭയപ്പെടും. ഇന്നാളൊരു നോട്ടീസ് പോയല്ലോ, ആ നോട്ടീസിനെ കുറിച്ച് യാതൊരു വിവരമില്ലല്ലോ. വേറെ വീട്ടിലേക്കൊരു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കൊരു നോട്ടീസ് പോയല്ലോ, ആ നോട്ടീസിനെ കുറിച്ച് പിന്നെ യാതൊരു വിവരം. അപ്പം ഇത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-നെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി CPM ഭയപ്പെടാറുണ്ട്. തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷനിൽ ഈ കരുവന്നൂർ ബാങ്കിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് CPM-നെ ഭയപ്പെടുത്തി അവിടെ അവരെ വിധേയരാക്കി BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് CPM നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ചെയ്യില്ല. കാരണം അത് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നല്ല ഞാൻ പറയാം, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒന്ന് പേടിപ്പിക്കുക. അപ്പൊ പേടിച്ചു പോകുന്നുണ്ട് ഇവര് പേടിച്ചു പോകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. അതിന്റെ അപ്പുറത്തേക്ക് പോവാതെ എല്ലാ ED കാര്യങ്ങളും എല്ലാ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേരളത്തിലെ കേസുകളെല്ലാം ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതാത് കാലത്ത്. ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭയപ്പെടുന്നതാണ്. ഇതിന്റെ അകത്ത് ഒരു അഴിമതിയുണ്ട്, നടപടിക്രമങ്ങളിലെ പാളിച്ചയുണ്ട്, ഒരുപാട് ഭരണഘടനാപരമായ വയലേഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതുവരെ ഇത്രയും നാളായിട്ട് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചതിന് ശേഷവും ഒരു വിധത്തിലുള്ള നടപടിയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇലക്ഷൻ തൊട്ട് മുമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ല, അവരെന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് നടപടിയെടുക്കായിരുന്നെന്ന് പറയേണ്ടത് ഞാനല്ല, ED ആണ് പറയേണ്ടത്. ED എന്താണ് ഇപ്പൊ നോട്ടീസ് അയക്കാന്നുള്ള കാര്യം ED ആണ് പറയേണ്ടത്. പക്ഷെ ഞങ്ങളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഗുരുതരമായ അഴിമതി ഇതിന്റെ പുറകിലുണ്ട്. നടപടിക്രമങ്ങളുടെ ലംഘനം, ഭരണഘടനാ ലംഘനവും ഈ മസാല ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. 2150 കോടി രൂപ വാങ്ങിച്ചിട്ട് 5 കൊല്ലത്തിനകം 1045 രൂപ പലിശയടക്കം 3195 രൂപ തിരിച്ചടച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ ഫിനാൻസ് മാർക്കറ്റിൽ നിന്ന് ഒരു ഗവൺമെന്റ് സോവറിൻ ഗ്യാരണ്ടിയോടുകൂടി കടമെടുക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മനസ്സിലായില്ല? അപ്പൊ അതിന്റെ അപ്പുറത്തേക്കുള്ള ധനനഷ്ടം സംസ്ഥാനത്തിന്റെ എക്സ്ചക്കറിന് ഉണ്ടായിട്ടുണ്ട്. എവിടെന്നാ പൈസ അടച്ചത്? തിരിച്ചു പൈസ അടച്ചത് നമ്മൾ സെസ് കൊടുക്കുന്ന പണമാണ്, നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഇത് തിരിച്ചടച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ ഫണ്ട് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ സെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് ഇവർ ഇത്രയും വലിയ പലിശയ്ക്ക് കടം മേടിച്ചതും ഇത്രയും വലിയ പലിശ കൊടുത്തതും. ഭീമമായ പലിശയാണ്, കൊള്ള പലിശയാണിത്. ഈ പലിശ മാർക്കറ്റിലില്ല, ഇന്റർനാഷണൽ മാർക്കറ്റിലില്ല. മസാല ബോണ്ടിനും ഏറ്റവും കൂടിയ പലിശയാണ് തരുന്നത്, മസാല ബോണ്ടിന് ഇത്രയില്ല. ഞാൻ ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാൾ കുറവ് പലിശയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൈസക്ക് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാനുള്ള കേസല്ല, അത് ഗൗരവമുള്ള കേസാണ്. അദ്ദേഹത്തിന് പൊതുവെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോടതി പറഞ്ഞ അതല്ല, ഞാൻ മന്ത്രി എന്ന നിലയിൽ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല, അത് കിഫ്ബിയാണ് ചെയ്തതെന്നാണ് കോടതിയിൽ പറഞ്ഞത്. കോടതിയിലും